ഷോ. വെൽക്കം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തകർക്കുക, നിങ്ങളെല്ലാവരും ചിരിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. ഓക്കെ. താങ്ക് യു രമേശ് ചേട്ടാ, താങ്ക് യു പത്ര ചേട്ടാ, താങ്ക് യു ചേട്ടാ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ ചെറിയ നമ്മുടെ നാട്ടുമ്പുറത്തുണ്ടാകുന്ന ചില സംഭവങ്ങളൊക്കെ ഓർത്തിണക്കിക്കൊണ്ടിട്ട് അങ്ങനെ ജസ്റ്റ് ഒരു ട്രാവലിംഗ് ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലായിടത്തും ഉണ്ടാവും കല്യാണം കഴിക്കാൻ പറ്റാത്ത ചില പുരുഷന്മാർ. അതെ, എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റാത്ത എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചില ഗതികേടുകളെ കുറിച്ചാണ് ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന കഥ. കല്യാണം കഴിക്കാൻ പറ്റാത്ത സുഹൃത്താണോ പെണ്ണ് കിട്ടാത്ത സുഹൃത്താണോ? പെണ്ണ് കിട്ടാത്ത സുഹൃത്താണ്. അല്ലെങ്കിൽ പിള്ളാച്ച നുണ പറഞ്ഞാന്ന് വിചാരിക്കും. കഴിച്ചു കഴിഞ്ഞാലും ഗതികേടുണ്ടാവും. അപ്പൊ ഇതിന്റെ അവസാനം ഇതാണ് സംഭവം. അപ്പൊ ഇത് ആക്ച്വലി എന്താന്ന് വെച്ചാൽ പുള്ളിക്ക് 10-35 വയസ്സായി, ഇതുവരെ പെണ്ണ് കിട്ടിയിട്ടില്ല. അപ്പം ഞങ്ങളിങ്ങനെ പല സ്ഥലത്തായിട്ട് ഇവന് പെണ്ണ് കാണുന്നുണ്ട്, പെണ്ണ് ആലോചിക്കുന്നുണ്ട്. ഇവൻ്റെ ഒന്ന് കാശ് മേടിച്ച ബ്രോക്കർ 3 സെന്റ് സ്ഥലം മേടിച്ചു, എന്നിട്ടും ഇവന് പെണ്ണ് കിട്ടിയിട്ടില്ല. ഒരു ദിവസം പുള്ളി പറയണ ഒരു സ്ഥലത്തൊരു പെണ്ണുണ്ട്, നമുക്ക് പോയി കാണുമ്പോൾ സംഗതി ഓക്കെ ആണല്ലോ. പുള്ളി പറഞ്ഞാൽ ഓക്കെയാണ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരൻ്റെ മുടിയൊക്കെ മൊത്തത്തിൽ നരച്ച് ആകെ പുള്ളി ബേജാറായിരിക്കുന്ന സമയമാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞിട്ട് ശരി എന്നാൽ പെണ്ണ് കാണാൻ പോകാൻ, പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങളൊരു ഇപ്പം പറയുന്നത് ഒരു നീല ഷർട്ട് മതി ഇവന്, നീല ഷർട്ടും വെള്ളമുണ്ട്. അപ്പം ഞാൻ അടിപൊളി നീല ഷർട്ടും വെള്ളമുണ്ടാണെങ്കിൽ പിന്നെ ഓക്കെ, പെണ്ണിപ്പോൾ തന്നെ ഇന്ന് തന്നെ കല്യാണം കഴിക്കാൻ പറ്റും, അത്ര കുഴപ്പമില്ല. പോണ വഴി നമ്മൾ പറയാം നമുക്ക് ഡൈ ചെയ്യാം, നിൻ്റെ മുടി മൊത്തം നിറച്ചിരിക്കാനുള്ളൂ, എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒന്നും ശരിയാവത്തില്ല. അപ്പം എന്നാൽ പിന്നെ ശരി ഡൈ ചെയ്യാമെന്നൊരു ഡൈ ചെയ്തിട്ട് ഞങ്ങൾ ഈ വണ്ടിയിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി പോണ വഴി മഴ പെയ്ത് കംപ്ലീറ്റ് ഡൈ ഒഴിച്ച് ഇവൻ്റെ നീല ഷർട്ടിൽ വീണ് ചെന്ന് ബെല്ലടിക്കാൻ പെണ്ണിൻ്റെ അമ്മ പറയാം ചേട്ടാ മോട്ടർ നന്നാക്കാൻ വേണ്ടി നാളെ അല്ല വരാൻ പറഞ്ഞു, ഇന്നൊരു പെണ്ണുകാളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു ചേച്ചി സോറി അമ്മേ, ഞാൻ മോട്ടർ നന്നാക്കാൻ വന്ന ആളല്ല, ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ മോനെ അബദ്ധം പറ്റിപ്പോയി, വാ ഇരിക്കും ചെറിയ വേസ്റ്റായി പോകുന്നു പറഞ്ഞിട്ട് കയറ്റി അകത്തിരുത്തി. ഞങ്ങളുടെ കൂടുതലൊരു ഇവൻ്റെ ചിറ്റപ്പനുണ്ട്, വിവരക്കേടിൻ്റെ സംസ്ഥാന കമ്മിറ്റി ട്രഷറായിരിക്കും പുള്ളി, സെക്രട്ടറി പ്രസിഡന്റ് പിന്നെ ഇവൻ്റെ അച്ഛനമ്മയായിരിക്കും, പറയേണ്ട കാര്യമില്ല. അപ്പം ഇവൻ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ പെണ്ണിനെ കാണാം, സംസാരിക്കാം, പെണ്ണ് വരട്ടെ എന്നാൽ ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനൊരു പപ്പടം എടുത്ത് ഇങ്ങനെ പിടിച്ച് ഇയാളോട് അച്ഛനോട് പറയാം എന്നാൽ പിന്നെ അമ്മേനെ വിളിക്കാം. അപ്പം തന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ പോയി. അപ്പം ഞാൻ ഇന്ന് പപ്പടം കൂടി ഞാൻ എന്തിങ്ങനെ പറയണേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അവിടെ നിന്ന് ഈ പെണ്ണ് കണ്ടു ഇവൻ്റെ മുടിയൊക്കെ നരച്ച്. ഞാൻ പറഞ്ഞടാ അജിത്തും മറ്റേ ഇവരൊക്കെ സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കാണ്, നീ അതാന്ന് പറഞ്ഞാൽ മതി, സംഗതി ആ പെണ്ണ് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ പെണ്ണ് കണ്ട് പെണ്ണിനും ഇഷ്ടപ്പെട്ടു. ഇപ്പം പറഞ്ഞു നടന്നാൽ മതി ദൈവമേ, 35 വയസ്സ്, ഇത് എങ്ങനെയെങ്കിലും നടന്നാൽ മതി, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നിങ്ങൾ പെണ്ണ് കണ്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവൻ്റെ വീട്ടിലേക്ക് ഈ പെണ്ണിൻ്റെ വീട്ടുകാർ വരികയാണ്. അപ്പോൾ വരുന്ന സമയത്ത് ഈ പരിചയപ്പെടുത്തല്ലോ ചേട്ടാ, എന്താണ് മറ്റേ എന്താ പറയുക, ഇത് പെണ്ണിൻ്റെ അച്ഛൻ, പെണ്ണിൻ്റെ അനിയൻ, ചിറ്റപ്പൻ, വല്യച്ഛൻ എന്ത് ചെയ്യുന്നു, അപ്പം ഇങ്ങനെ ജോലിയൊക്കെ പറയുമല്ലോ. അപ്പോൾ ഇതും പറഞ്ഞു പെണ്ണിൻ്റെ ചെക്കൻ്റെ അനിയൻ, ചിറ്റപ്പൻ. അപ്പോൾ ഇവർ ചെക്കൻ്റെ വീട്ടുകാർ പറഞ്ഞേ അതെ ഞങ്ങൾക്ക് സ്ത്രീധനം ഒന്നും പ്രശ്നമല്ല, പെണ്ണിനെ തന്നാൽ മതി, അത് മാത്രമാണ് ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും നിങ്ങളെന്ത് കൊടുക്കും? ഇവർ പറഞ്ഞ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ പെണ്ണിന് ഒരു 25 പവനും ഒരു 2 ലക്ഷം രൂപയും കൊടുക്കും. അപ്പോൾ ഉടനെ ഒന്നും വേണമെന്ന് പറഞ്ഞ ചെക്കൻ്റെ അച്ഛൻ പറയും ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. ഇവരെല്ലാവരും കൂടെ നേരെ പേരയുടെ പറയും വന്നിട്ട് ശരി അതെ പിന്നെ ഞങ്ങളൊരു 2-3 പെണ്ണുങ്ങളോട് ഇറക്കി വിട്ടത്, അപ്പം ഞങ്ങൾക്കൊരു 30 പവനും ഒരു 3 ലക്ഷം രൂപയും കിട്ടും. ഉടനെ ഇവർ നമ്മൾ ഞങ്ങളൊന്ന് ആലോചിക്കുന്നുണ്ട്. ഇവർ പേരയുടെ പറയും പോയിട്ട് ലാസ്റ്റ് സംഭവം ഈ ആലോചന കൂടി പെണ്ണിൻ്റെ ചെക്കൻ്റെ അച്ഛനും തലയിടിച്ച് കൂട്ടി പിറക്കി വിട്ടിട്ട് മൊത്തം ആലോചനയായി, മനസ്സിലായോ? ആൾക്കാർ ഫുള്ള് കൂട്ടാലോചനയാണ് ഇവിടെ. ലാസ്റ്റ് എല്ലാവരും തളർന്ന് എല്ലാവരും ഇരിക്കുകയാണ്. അപ്പം ഇവൻ പറയാം എനിക്ക് പറയാനുണ്ട്. ഉടനെ അമ്മ പറയും ഉണ്ടായിട്ടാ മാമൻ പറഞ്ഞ കേട്ടില്ലേ. അപ്പോൾ ഒരു സ്വാതന്ത്ര്യം ഇല്ലാണ്ട് അവർ പറഞ്ഞു ഈ കല്യാണം ഞങ്ങൾ ആലോചിച്ചിട്ട് ഞങ്ങൾ പറയാമെന്നുകൊണ്ട് ഈ കല്യാണം അലസി. ഇവനോട് പറഞ്ഞടാ സംഗതി അലമ്പായി, എൻ്റെ കല്യാണം പോയി, ഇനി എൻ്റെ വീട്ടുകാർ എന്നെ കെട്ടിക്കില്ല, ഈ സ്ത്രീധനമൊക്കെ ആരുടെ കണ്ടുപിടിച്ചത്, എനിക്ക് വേണ്ട സ്ത്രീധനം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരെണ്ണം അടിക്കണമല്ലോ. ഞാൻ പറഞ്ഞു ഇന്ന് 1-ാം തീയതി രക്ഷയൊന്നുമില്ല, നമുക്ക് വേണേൽ മറ്റേ പുള്ളി ചായക്കുണ്ട്, ചായക്കടയിൽ പോയി 1-1.5 ഫീലാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ ചായക്കടയുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഒരു പുരാതനമായ ചായക്കടയാണ്. ഈ പ്രാവശ്യം ബാറ് കുളിക്കണം എന്ന് പറഞ്ഞിട്ടും ചായക്കട കുളിക്കാൻ പറ്റില്ല, ഹെറിറ്റേജ് ആണത്. ആ പഴയ അലമാരയും സംഗതികളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോഴും കടിക്ക് 5 രൂപ, ചായക്ക് 5 രൂപ, വില കൂട്ടിയിട്ടേ ഇല്ല. പെട്രോളിനും ഡീസലിനും എത്ര വില കൂട്ടിയാലും പുള്ളി വില കൂട്ടത്തില്ല. ഇപ്പം എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പക്കൂർച്ചേട്ടൻ വന്നിട്ട് ചേട്ടാ 2 ചായ എന്ന് പറഞ്ഞാൽ ചായ തരും, പുള്ളി അപ്പോൾ വെള്ളം കോരാൻ പോകും. കാരണം ഈ വെള്ളം കോരാൻ പോയിട്ട് വേണം പുള്ളിക്ക് കണക്ക് കൂട്ടാൻ. അപ്പോൾ ഈ
സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പക്രുചേട്ടനും പിഷാരടിച്ചേട്ടനും കൂടെ പോയിട്ട് പറയണം, ചേട്ടാ 2 ചായ 1 വട എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചായ കൊടുത്തിരുമ്പോൾ പുള്ളി വെള്ളം കോരിക്കൊണ്ട് വരും. വെള്ളം കോരിക്കൊണ്ട് വന്നിട്ട് വെള്ളം വെക്കുമ്പോഴേ നിങ്ങൾ ചേട്ടാ 1 വട കൂടെ, ഈ വെള്ളം അപ്പം കമത്തിക്കളയും. അങ്ങനെ ഈ വെള്ളം കമത്തി അവിടെ നിന്ന് വാഴ കൊലച്ചു. ആ കൊല വെച്ചിട്ട് പുള്ളി പഴംപൊരി ഉണ്ടാക്കി വിറ്റ് കുറേ കാശ് വേറെ ഉണ്ടാക്കി. അപ്പം അങ്ങനെ ഈ പുള്ളിയുടെ മകൻ ഒരു ദിവസം പറഞ്ഞു, അച്ഛാ ഞാനൊരു മറ്റേ പൈപ്പ് കണക്ഷൻ എടുത്ത് തരട്ടെ അച്ഛന്, എന്തിനാണ് ഈ വയസ്സാം കാലത്ത് വെള്ളം കോരണത്? പുള്ളി പറഞ്ഞ മറുപടി എന്താ അറിയോ, ഈ വെള്ളം കോരി ചായക്കട നടത്തിയാണ് നിന്റെ അമ്മനെ ഞാൻ ഇതുവരെ നോക്കിയത്. ഇനി ഈ വയസ്സാം കാലത്ത് നീ എന്നെ കുത്തുവാളെടുപ്പിക്കാനാണ് വന്നേക്കണത്. ഞാൻ മരണം വരെ വെള്ളം കോരും. അങ്ങനെ മരണം വരെ വെള്ളം കോരി ഗിന്നസ് ബുക്കിൽ പേരെടുക്കാനാണ് പുള്ളി നിൽക്കുന്നത്. എൻ്റെ വീടിനടുത്ത് ഒരു വീടുണ്ട്. അവിടെ കുറച്ച് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്തൊരു വീടുണ്ട്. അതിൻ്റെ ജനലിൽ കൂടെ നോക്കിയൊരു പറമ്പുണ്ട്. ഈ പറമ്പിൽ ഇവിടെ വീടും ഇവിടെ കിണറുവാ. ഇതിൻ്റെ ഇടയിലാണ് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത്. ഞങ്ങൾ 3-4 പേര് വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലം. അപ്പോൾ സ്ഥിരം ഈ വീട്ടിൽ നിന്നൊരു പുള്ളി നടന്നു പോയി ഇവിടുന്ന് വെള്ളം കോരി 2 കുടം എടുത്ത് തല വെച്ച് അങ്ങോട്ട് 2 കയ്യിലും കുടം പിടിച്ചിട്ട് ഇങ്ങനെ പത്തക്കം അങ്ങോട്ട് പോവും, ഇങ്ങോട്ടൊരു അവിടെയോട്ടൊരു കിണർ കുത്തുകയില്ല, ഇവിടുന്നൊരു മോട്ടർ എടുത്ത് അങ്ങോട്ട് വലിക്കുകയില്ല. ഈ യാത്രയും വെള്ളം കോരലെന്ന് പറയുന്നത് സ്ഥിരം. ഒരു വീട്ടിൽ വെള്ളത്തിൻ്റെ ചിലവ് ചില്ലറ ചിലവാണ്. എന്തോരം തവണയാണ് വെള്ളം കോരിക്കൊണ്ട് പോകുന്നതെന്നുള്ളത്. അത്രയും വെള്ളം കോരി പോകുന്ന ഒരാളുണ്ട്. കുറച്ച് നാൾക്ക് മുമ്പാണ്. അപ്പോൾ ഈ ലേസർ ടോർച്ച് എന്ന് പറഞ്ഞ ടോർച്ച് ഇറങ്ങി. ഈ ലേസർ ടോർച്ചിന് ഈ ബീമില്ലല്ലോ, കാണൂല. ഇത് അടിച്ചു പിടിച്ചാൽ മേത്തല്ല ഇത് കാണൂല, എവിടെയൊന്നും കാണത്തില്ല. അപ്പോൾ ഈ പോകുന്ന പറമ്പിൽ കപ്പയും വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി വെള്ളം കോരാൻ പോയിട്ട് 2 കയ്യിൽ കുടവും വെള്ളമായിട്ട് ഇങ്ങനെ വരുമ്പം ഞാൻ ഈ ലേസർ ടോർച്ച് പതുക്കെ പുള്ളിയുടെ മുന്നിൽ കൂടെ ജനലിൽ കൂടെ നിന്ന് അടിച്ചു വിട്ട് പുള്ളി പെട്ടെന്ന് നിന്ന് ഒരു ചുമല സാധനം പോണ കണ്ടിട്ട് പിന്നെ നോക്കി വന്നപ്പോൾ ഞാൻ 2ാമത് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ മുന്നിൽ കൂടെ അടിച്ചു. പുള്ളി എന്ന് ഞാൻ കാണിച്ച് അങ്ങോട്ട് പോയി. പിന്നെ അത് 2-3 പ്രാവശ്യം ഞാൻ ഇങ്ങനെ അടിച്ച് ഞാൻ ഒരു സ്പോട്ടിൽ ഇത് അടിച്ചു പിടിച്ചിട്ട് പിന്നെ പറപ്പിക്കും. പുള്ളി ഒരു കപ്പയുടെ കോലും ഓടിച്ച്. ഞാനിത് അടിക്കണ വഴിയൊക്കെ അതിൻ്റെ പുറകെ നടന്ന് കട്ട ഈ കപ്പക്കോലോട്ട് ഇതിനെ അടിച്ച് പുള്ളി പുറകെ പിടിച്ച്. എന്നിട്ട് ഞാൻ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് ഈ ലേസർ ടോർച്ച് ഇങ്ങനെ അടിച്ച് പിടിച്ചപ്പം 1 കുടം വെള്ളം പുള്ളി അങ്ങോട്ട് കമത്തി കളഞ്ഞു. എന്നിട്ട് ആ കുടം കൊണ്ടുവന്നിട്ട് ഈ സാധനത്തിനെ ഒറ്റ പൊത്തി. എന്നിട്ട് ഈ വെള്ളമുള്ള കുടം എടുത്ത് അതിൻ്റെ പുറത്ത് വെച്ച് പുള്ളി. എന്നിട്ട് വീട്ടിട്ട് പോയി. എൻ്റെ വീട്ടിൽ പോയിട്ട് മക്കളെല്ലാം ബിജു ജോജി എന്നൊക്കെ കുറേ മക്കളുണ്ട്, ഇവരെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് ഞാൻ വരുമ്പോൾ മക്കളുടെ കയ്യിൽ മടലും വെട്ടുകത്തിയൊക്കെ ഉണ്ട്. ഒരുത്തൻ്റെ കയ്യിൽ 2 പേരും കൂടെ വന്നേക്കോ. എൻ്റെ പുള്ളി അവിടെ നിന്ന് കോമ്പോസിങ്ങാണ്. ഒരു കാര്യം ചെയ്യും, ഞാനിത് പോക്കും അപ്പം അടിച്ചു പോകണം. പിന്നെ പൊക്കിയിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ പറയരുത്. കഴിഞ്ഞിട്ട് മക്കളെ അടിക്കാനായിട്ട് ബിജുവൊക്കെ ഞാൻ നോക്കുമ്പോൾ തൂമ്പക്കൈയൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുന്നു. ഞാനിത് ജനലിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുക. ഈ പുള്ളി ഒരൊറ്റ പൊക്കി അടിയും വേണ്ടി സാധനവും കാണാനില്ല. പുള്ളി കുറച്ച് നേരം അവിടേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പുള്ളിയുടെ മോനോട് പറയുക, ഞാനേ ഒരു രത്നവണ്ടിനെ ഇവിടെ മൂടിയിട്ടിട്ടുണ്ടായിരുന്നു, അത് എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ലെന്ന്. രത്നവണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ മറ്റേ സർപ്പം തുള്ളലുണ്ടല്ലോ. അപ്പോൾ അവൻ്റെ ഒരു കുടുംബത്തിൽ സർപ്പം തുള്ളൽ നടക്കുന്നുണ്ട്. ഇപ്പം സാധാരണ പുള്ളി ആ വഴിയൊന്നും പോലില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ ശരി നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ സർപ്പം തുള്ളൽ ആ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ നല്ല അസല് പാട്ടാ. ചന്തത്തിലാടിവാ നല്ല ചന്തമോടാടിവാ, സുന്ദര ഗീതങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾ ചന്തത്തിലാടിവാ. ചന്തത്തിലാടിവാ നല്ല ചന്തമോടാടിവാ, സുന്ദര ഗീതങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾ ചന്തത്തിലാടിവാ. പാട്ടുപാടിക്കളിക്കാം നല്ലൊരട്ടമാടിക്കളിക്കാം, നല്ല കുരുത്തോല പന്തലിൽ വന്ന് നീ ചന്തത്തിലാടിവാ. അപ്പോൾ പാട്ട് പിന്നെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ പാട്ട് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത ഇത് ശിവക്ഷേത്രമാണ്. അപ്പോൾ ശിവക്ഷേത്രം എന്ന് പറയുമ്പോൾ ശിവന് മക്കൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അയ്യപ്പനുണ്ട്, മുരുകനുണ്ട്, ഗണപതിയുണ്ട്, ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ശിവനെ കാണാനായിട്ട് ആര് വരും? മക്കൾ വരും. അപ്പം ഈ എന്തോ ഭയങ്കര തർക്കം അവിടെ. അപ്പോൾ ഞങ്ങൾ എന്താ പ്രശ്നം എന്താ സമ്മതിക്കില്ല എന്നൊക്കെ ഭയങ്കര തർക്കം. അപ്പോൾ ഞങ്ങൾ ചെന്ന് എത്തി നോക്കി, ചേട്ടാ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ചപ്പോൾ 2 മുരുകൻ വന്നിരിക്കുക, 2 മക്കൾ. അപ്പോൾ കമ്മിറ്റിക്കാർക്ക് ആ കൺഫ്യൂഷനായി. ഇപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞു ഇങ്ങനെ പോയ പരിപാടി നടക്കത്തില്ല, നമുക്ക് പതിവ് വഴിപാട് പോവാം, മുരുകൻ്റെ നാക്കിൽ ചൂടം തുറക്കാമെന്ന് പറഞ്ഞു. മറ്റേ മുരുകൻ പറയണേ പറ്റിച്ച് ഞാൻ ഗണപതിയാണ്. ഞങ്ങളപ്പോൾ എന്താ പറയുക, ഞങ്ങളിങ്ങനെ ഇത് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തുള്ളൽ പറമ്പുകളിലേക്ക് ഉണ്ണിക്ക് മാത്രം പോകാൻ പറ്റില്ല. കാരണം ഉണ്ണി എന്നാളുള്ളവർ വിളിക്കുക. ഈ പോയവൻ്റെ പേര് ഉണ്ണി എന്നാണ്. അപ്പോൾ ഈ തുള്ളുന്നവൻ്റെ കുടുംബമാണല്ലോ. പറഞ്ഞാൽ പുള്ളി വെച്ചാൽ ഉണ്ണി എന്ന് ചോദിച്ചാൽ എന്താ മാമാന്ന് പുള്ളി ചോദിക്കുക, പരിഹസിക്കുകയാണോ ഉണ്ണിയെന്ന്. അപ്പോൾ അല്ല മാമ ഞാൻ ശരിക്കും വിളി കേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ തുള്ളലിങ്ങനെ മൂത്ത് ഭയങ്കരമായി തുള്ളലിങ്ങനെ മൂത്തിരിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ഈ മറ്റെന്താ പറയുക, നമ്മുടെ ഗുരുനാഥൻ്റെ യക്ഷമയും കൂടെ ഗംഭീര തുള്ളലറിയില്ല. തുള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ വേറെ ലെവലാണ്, മാക്സിമം പെർഫോമൻസ് കാണിക്കണം. അപ്പം നമ്മുടെ യക്ഷമ നേരെ ഓടിപ്പോയി കുളത്തിലേക്ക് ഒറ്റച്ചാട്ടം.
കുളത്തിലേക്ക് ചാടി കഴിഞ്ഞ് ഗുരുനാഥൻ ചാടാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ പെണ്ണുമ്പോൾ വലിച്ചു പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ. ഗുരുനാഥൻ ഇങ്ങനെ ചാടുന്നില്ല. അപ്പോൾ യശ്യമ്മ നെഞ്ചിനറയെ കൊണ്ട് വന്നിട്ടുണ്ടേ ഗുരുനാഥൻ ചാടല്ലേ തെങ്ങുതറി ഉണ്ടെന്ന്. നമ്മുടെ അവിടെ വെളിച്ചപ്പാട് ഇങ്ങനെ തുള്ളുക അമ്പലത്തിൽ. അപ്പോൾ സാധാരണഗതിയിൽ അമ്പലത്തിലൊന്നും പോകാത്ത ഒരാളുണ്ട്, ഒരു പുള്ളിയുണ്ട്. പുള്ളി എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഈ ദീപാരാധന സമയത്ത് ഇങ്ങനെ തൊഴുത് നിൽക്കുമ്പോൾ പുള്ളി ക്യൂവിൽ ഈ ദീപസ്തംഭത്തിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത് പുള്ളി. അപ്പം നട തുറക്കാൻ കുറേ താമസമുള്ള കാരണം ദീപസ്തംഭത്തിൽ നിന്ന് ബീഡി കത്തിച്ചെന്നും പറഞ്ഞൊരു ചെറിയ കേസിന് പുള്ളിനെ നാട്ടുകാരെല്ലാം കൂടെ പഞ്ഞിക്കിട്ടിട്ട് പുള്ളി അമ്പലത്തിൽ വരാണ്ടായി. ഈ അമ്പലത്തിൽ വരാതായിട്ട് കുറേ നാളുകൂടി ഉത്സവത്തിന് പുള്ളി വന്നു. അപ്പോൾ പുള്ളി ഒരു ഗുണ്ടയാണ്, അത്യാവശ്യം നാട്ടുകാരെ പേടിപ്പിക്കുക, മനസ്സിലൊരു ചെറു ഗുണ്ടത്തരങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഈ പുള്ളി. ഈ വെളിച്ചപ്പാടി ഇങ്ങനെ ഓടി നടന്ന് ഉറഞ്ഞു തുള്ളുമ്പം അതിനടുത്ത് മുണ്ടും മടക്കി കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുക. അമ്പലത്തിൽ എല്ലാവരും മടക്കി കുത്തി അഴിച്ചല്ലേ നിൽക്കുള്ളൂ. മടക്കി കുത്തിയിട്ട് ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ ഈ വെളിച്ചപ്പാടിൻ്റെ പരിപാടികൾ ഇങ്ങനെ പുള്ളി കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. വെളിച്ചപ്പാട് ഈ വാളായിട്ട് വന്നപ്പം പുള്ളി ഓൾറെഡി ഗുണ്ടയായ കാരണം പുള്ളി ഒന്ന് തയ്യാറെടുത്തു. വാളൊക്കെ കണ്ടാൽ പുള്ളിക്ക് ഇടിയാണല്ലോ പുള്ളിയുടെ മെയിൻ പരിപാടി. പുള്ളി വതക്കി ഒന്ന് നെഞ്ചൊക്കെ വിരിച്ചിട്ട് പുള്ളി ഇങ്ങനെ ഒരു അയാളെ വെട്ടാനാ വന്നെന്നുള്ള ആക്ഷനൊക്കെ എടുക്കുമ്പം വെളിച്ചപ്പാടാണ് കണ്ണടച്ച് നിന്ന് തുള്ളുക. കണ്ണടച്ച് തുള്ളിയിട്ട് ചേട്ടനാണ് ഗുണ്ട. പുള്ളി ഇവിടെ വന്ന് ഇങ്ങനെ തുള്ളിയിട്ട് ദേവിക്ക് ചില വഴിപാടൊക്കെ കൊടുക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞ്. അപ്പം ഇയാള് അമ്പലത്തിൽ വരുമ്പോൾ പുള്ളി ഞാനോ നീ ചോദിച്ചു കേട്ടോ. അപ്പം ഒന്ന് ഗുണ്ടയായിട്ട് ഞാനോ നീ ചോദിച്ചോണം കേട്ടോ. ചേട്ടൻ ഗുണ്ടയാ. പുള്ളി അവിടെ തൊഴുത് നിൽക്കുമ്പോൾ ഈ പുള്ളി ഓടി ദേവിക്ക് ചില വഴിപാടൊക്കെ കൊടുക്കാറുണ്ടല്ലോ ഞാനോ എന്നാ ദേവിക്ക് തെറ്റിയതായിരിക്കും. ഞാൻ വിദ്യാരംഭ ചടങ്ങിൽ പോയായിരുന്നു. നമ്മുടെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരാൾ കൊച്ചിനെ എഴുത്തിനിരുത്താൻ വേണ്ടി പോയതാണ്. അപ്പം മുണ്ട് കൊടുത്ത് ഷർട്ട് ഒന്നും വരാതെ ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല തിരക്കാം അമ്പലത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് പുറകിൽ നിന്ന് തന്നെ ആരോ എടുത്തോലെ എനിക്കിതൊരു തോന്നൽ. പുറകിൽ നിന്നാണ് വന്ന് എടുത്തു കൊണ്ടുകൊണ്ട് ഒരു തിരുമേനിയുടെ മടി കൊണ്ട് എന്നെ എടുത്തിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോൾ മീശയൊക്കെ വെച്ചൊരു കൊച്ച്. സ്വന്തം കൊച്ചിനെ എടുത്തിരുന്നുമ്പോ അപ്പുറത്തെ അച്ഛൻ വേറൊരാളുടെ മടി എന്നെ വിടറോ എന്റെ കൊച്ചിനെ അവിടെ വെച്ചപ്പോ ഞാൻ അപ്പൊ ഇങ്ങനെ ഈ തുള്ളലിനിടയിൽ നമ്മുടെ സുഹൃത്ത് അവന്റെ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. അപ്പം ഈ സുഹൃത്തിന്റെ കല്യാണം കഴിഞ്ഞു. അതെങ്ങനെയാണ് ഒന്ന് ചോദിച്ചു? അതെങ്ങനെയാണ് കഴിഞ്ഞത്? അതായത് സുഹൃത്ത് ഈ തുള്ളലിനിടയിൽ അവിടുത്തെ അഞ്ചല മണിനാഥനെ അടിച്ചിട്ട് പോയി. ഇപ്പൊ അവന്റെ വീട്ടിൽ അവൻ വാവാ സുരേഷും ആ പെണ്ണ് അഞ്ചല മണിനാഥവും. അടിപൊളി അടിപൊളി. താങ്ക് യു. വാവ സുരേഷിനെ വിളിച്ച് വീടിനടുത്ത് തിരക്കിടില്ലാത്തൊരു പാമ്പ്. അങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റാത്തതല്ല, എന്നാൽ നമുക്ക് പിടിക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല. ചെറിയ റിസ്ക് ഉള്ള പരിപാടിയുള്ളൊരു പാമ്പാ. ഈ പാമ്പ് വന്നു കഴിഞ്ഞ് അപ്പോഴും വാവ സുരേഷിനെ വിളിക്കാൻ തീരുമാനമായി. ഉടനെ വാവ സുരേഷിനെ വിളിക്കും എന്നും പറഞ്ഞിട്ട് ഒരുത്തൻ ഫോണുമായിട്ട് നേരെ തെങ്ങുചോട്ടിലോട്ട് പോയിട്ട് ഹലോ വാവ സുരേഷില്ലേ, അത് കഴിഞ്ഞ് പുള്ളി ഓർഡർ എടുത്തു. പുള്ളി വരാന്നൊക്കെ പറഞ്ഞിട്ട് വാവ സുരേഷിനെ കമ്മിറ്റ് ചെയ്തിട്ട് ഇയാൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്നവൻ എന്നെ തല്ലിക്കൊന്നു. ഇവൻ ഇങ്ങ് വന്നിട്ടേ വാവ സുരേഷ് ഇവിടെ വരുമ്പോ വേറെ പാമ്പിനെ ഇവിടെ കണ്ടില്ലെങ്കിലാ ഞാൻ വിളിച്ചു വരുത്തിയതാ പുള്ളിനെ. പുള്ളി എന്റെ ക്ഷണം സ്വീകരിച്ച് ഈ നാട്ടിൽ വരുമ്പോ ഇവിടെ പുള്ളിക്ക് ഒരു പാമ്പിനെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അയാളുടെ മുന്നിൽ ആരായി? എവിടെയാന്ന് വെച്ചപ്പോ ഇതുപോലൊരു പാമ്പിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് നിന്നെ ഇനി ഇവിടെ കണ്ടാ മതിയെന്ന്. അപ്പോൾ വാവാ സുരേഷ് ഒരു കാരണവശാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. വാവാ സുരേഷിനെ വിളിക്കണം. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വിളിക്കാതിരിക്കരുത്. വാവാ സുരേഷ് വരും. അതുപോലെ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പാമ്പ് പിടുത്തക്കാരൻ ഒരുപാട് പേരുടെ നമ്പറുണ്ട്, അതുകൊണ്ട് നമ്മൾ പറയണം. അല്ലെങ്കിൽ ഈ ഷോയിലൂടെ ആൾക്കാർ വിചാരിക്കില്ലേ വാവാ സുരേഷിനെ വിളിച്ചിട്ട് വരത്തില്ലെന്ന്. അതെ, വാവ സുരേഷ് എനിക്കൊരു പേഴ്സണൽ ആവശ്യം വന്നപ്പോൾ ഞാൻ വാവ സുരേഷ് ഇടയ്ക്ക് പാമ്പിന്റെ മുട്ടയൊക്കെ കണ്ട ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്താൽ പുള്ളി മുട്ട കണ്ടാൽ പറയും, ഫോട്ടോ കണ്ടാൽ പറയും ഇന്ന പാമ്പാണ്, ഇന്നതാണ്, ഇത് എന്തിന്റെ മുട്ടയാന്നൊക്കെ. എനിക്ക് കിളിയുടെ മുട്ടയാണോ പാമ്പിന്റെ മുട്ടയാണോ എന്ന് അറിയത്തില്ല. ചിലപ്പോൾ കിട്ടി പറമ്പില്ല. ഞാൻ ഈ ഇടയ്ക്കും കൂടെ ഫോട്ടോ എടുത്ത് അയക്കുകയും ഞാനുമായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉള്ള എൻ്റെ നല്ല സുഹൃത്തുക്കളുള്ള ഒരാളാണ് വാവ സുരേഷ്. ഇതേപോലെ തന്നെ ഒരു TV ഷോയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പാമ്പുമായിട്ട് വന്നു ഒരാൾ. പാമ്പുമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു പാമ്പാട്ടിയാണ്. ഇപ്പം പൊതുവേ അങ്ങനെ കാണാറില്ല, കാരണം അത് നിയമപ്രകാരം വയ്യാത്തത് കൊണ്ട് ഈ ആവശ്യങ്ങൾക്ക് വരുന്നത് സാധാരണ ബാഗിലൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് സാധാരണ പാമ്പിനെ കൊണ്ടിരുന്ന ഒരാളാണ്. ഒരു 15 ആർട്ടിസ്റ്റുകളുണ്ട്. ചെറിയൊരു ഷൂട്ട് ഫ്ലോറാണ്, ഇൻഡോർ ഫ്ലോറാണ്. ഇൻഡോർ ഫ്ലോറിൽ ഗ്രീൻ മാറ്റൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യാനൊക്കെയാണ്. ഇയാൾ ഈ പാമ്പിനെ എടുക്കുന്നു. പാമ്പ് കുറേ നേരമൊക്കെ നമ്മുടെ ഫ്രെയിമിൽ തന്നെ നമ്മുടെ കൺവെട്ടത്തിലൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് ശ്രദ്ധ തെറ്റിയപ്പോൾ ഇയാളെയും വിട്ട് കളഞ്ഞ് എല്ലാവരും കണ്ണുവെട്ടിച്ച് ഈ പാമ്പ് ഈ ഫ്ലോറിൽ പോയി. ഇവിടെയാണ് ഈ സെറ്റ് പൊളിച്ചതിൻ്റെ കഷ്ണങ്ങളും അതും ഇതും ലൈറ്റ് പറിച്ചു വെച്ചേക്കുന്നത് അതും ഇതൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഈ പാമ്പിന് ഇരിക്കാവുന്ന ഒരുപാട് സ്ഥലമുണ്ട്.
ഷൂട്ട് നിർത്തി വെച്ചിട്ട് ഞങ്ങളെല്ലാവരും ഇതിനെ കാണും വേണ്ടി കൊണ്ടുവന്നാണ് തമിഴനെ. പുള്ളിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ സംഭവിച്ചത്. പുള്ളി പാമ്പ് പോയിട്ട് ഇതിൻ്റെ കടി കിട്ടുമോ, നമ്മൾ ചാകുമോ എന്ന് പേടിച്ചിട്ട് നമ്മളെല്ലാം കാലൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ എന്നെ ചെയ്യണമല്ലോ, ഭയങ്കര കഷ്ടമായിപ്പോൾ. ഈ പാമ്പ് കൊണ്ടുവന്ന ആൾ ഞങ്ങളെല്ലാം ഇങ്ങനെ നോക്കി മുഖത്തോട്ട് നടത്തിയപ്പോഴേ പുള്ളി ഓർത്തു ഈ പാമ്പ് പോയതിൻ്റെ, പുള്ളിക്കാണല്ലോ പാമ്പ് പോയാൽ സങ്കടപ്പെടേണ്ട ആവശ്യമുള്ളൂ, ഞങ്ങൾക്ക് പാമ്പ് പോയാലും എന്നാ കുഴപ്പം. പുള്ളി ഞങ്ങളെ സമാധാനിപ്പിക്കുക. ഞങ്ങളെല്ലാവരും ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാൻ ടെൻഷൻ ചെയ്യാൻ പുള്ളി വന്നിട്ട്, രമേശ് സാർ പോട്ടും ഞാൻ വേറെ പിടിച്ചിടും. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഈ തമാശ കഥകളൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നത്? തമാശ കഥകളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കിട്ടും, അതിനെ കുറച്ച് പൊടിക്കൈകളൊക്കെ ചേർക്കും. ഓക്കെ, എന്തായാലും നല്ല തമാശകളായിരുന്നു. ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു, പ്രേക്ഷകർ എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച്. വീണ്ടും വരിക. Bye.